ദേ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് 2-3 പ്രാവശ്യം ചൂട് പിടിച്ചാൽ തീരാവുന്ന മേലുവേദനയൊക്കെ അവനുള്ളൂ. നാളെ രാവിലെ ആവുമ്പോഴത്തേക്ക് ഓക്കെ ആവും. എന്നാ പിന്നെ അമ്മ അതങ്ങ് കൊണ്ടു ചെന്ന് കൊടുക്ക്. അതിനിതൊന്ന് തിളക്കട്ടെ. എന്നാ തിളക്കട്ടെ. കേട്ടോ സീതേ, കളക്ടറേറ്റിലെ പ്രതിഷേധ മാർച്ച് കഴിയുമ്പോ പങ്കിയുടെ പവർ നാട്ടുകാർ അറിയും എന്നവൻ പറഞ്ഞപ്പോ ഇത്രയും പവർ ഞാൻ പ്രതീക്ഷിച്ചില്ല സീതേ. നോക്കണേ ചൂട്. പതുക്കെ തന്നെ ചെയ്യണ പങ്കിയെ. ഇതിപ്പോഴേ ഇതുപോലെ ചൂട് പിടിച്ചാലേ ആ നീരും വേദനയൊക്കെ അങ്ങോട്ട് മാറിക്കോളും പങ്കിയെ. ചൂടൊക്കെ പാകത്തിന് ഫസ്റ്റ് വയ്ക്കുമ്പോ ഒട്ടങ്ങി കിടക്കവിടെ. പെണ്ണ് കിട്ടാത്തവന്മാരെ പോലീസിന്റെ ലാത്തി ചാർജ് മേടിക്കാൻ പോയി നിൽക്കരുത്. പിന്നെ സർട്ടിഫിക്കറ്റും കൊണ്ടാണല്ലോ ആൾക്കാർ ലാത്തി ചാർജിന് പോണേ. എടാ ഇതുപോലെ ചൂട് പിടിച്ചു തരാനേ എന്നെ പോലെ ഒരു പെങ്ങളില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? പോലീസിന്റെ ലാത്തി ചാർജ് ഏറ്റ് ശരീരം തളർന്നു കിടക്കുന്നവനെ നീ ഇങ്ങനെ ഓരോരോ കുത്തുവാക്ക് പറഞ്ഞ അവന്റെ മനസ്സൂടെ തകർക്കല്ലേ സീതേ? ഒന്നും പറഞ്ഞ ചേച്ചിക്ക് മനസ്സിലാവില്ല അളിയാ. എനിക്ക് ആ സാറാ മേഡത്തിന്റെ കാര്യം ആലോചിച്ചിട്ടാ വിഷമം. ആ പോലീസ് അടിക്കാൻ ഓടിയെത്തിയിട്ട് അവരുടെ കാലിന്റെ ലിഗമെന്റ് തെറ്റിപ്പോയി എന്നാ പറയണേ. രാജേഷ് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ അവര് ആശുപത്രിയില്ല. നാളെ ഡിസ്ചാർജ് ആവുമെന്ന് പറയുന്നുണ്ട്. നാളെ ഡിസ്ചാർജ് ആവുമല്ലോ, അതുകൊണ്ട് കാര്യമായിട്ട് പരിക്കൊന്നും ഉണ്ടാവില്ല. ഒന്നും പറ്റാഞ്ഞാ മതിയായിരുന്നു പാവം. ഇപ്പോഴും അവന്റെ മനസ്സിൽ അവളുടെ കാര്യമാണ്. എന്റെ ചേച്ചി അതിന് ആ വർത്താനം ആ കാണിച്ചു കൂട്ടലൊക്കെ ഉള്ളൂ. അവരുള്ളിലൊന്നുമില്ല, ഒരു സാധു ആ പാവം. അയ്യോ ഒരു സാധു. എനിക്കറിയാലോ, എന്റെ മുമ്പിൽ കിടന്നിട്ടാണേ അവൾ ഭദ്രകാളിനെ പോലെ ഉറഞ്ഞു തുള്ളിയത്. ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സ്ത്രീയെ പറ്റി ഇങ്ങനൊന്നും പറയരുത് സീതേ. ഞാൻ പറയണതാണോ ബലരാമേട്ട കുഴപ്പം? എന്നെ പോലെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നെങ്കിലേ ഇപ്പൊ കാലോട് ഞാൻ ആസ്പത്രി കിടക്കേണ്ടി വരുമായിരുന്നോ? പോലീസുകാരുടെ മെക്കെട്ട് പ്രതിഷേധം എന്ന് പറഞ്ഞ് ചെന്നിട്ടല്ലേ ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടായത്. എന്നിട്ടിപ്പോ ഞാൻ പറയണതാണ്. ചേച്ചി, അവരെ പോലുള്ള സ്ത്രീകളും അതേപോലെ പല ആളുകളും ഇതേപോലെ സമരം ചെയ്തിട്ടും തല്ലുകൊണ്ടിട്ടൊക്കെയാണ് നമുക്കൊക്കെ പല അവകാശങ്ങളും നേടാൻ കഴിഞ്ഞതും ഇന്നത്തെ സൗകര്യത്തിൽ നമ്മൾ ജീവിക്കണം. അതൊന്നും മറക്കണ്ട. അതെ അതെ അതെ. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൂടി അവളാ നേടിത്തന്നെന്ന് പറയടാ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ സാറാമ പോയില്ലെങ്കിലും അവരെ പോലുള്ള പല സ്ത്രീകളും അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊന്നും വിസ്മരിക്കാൻ പറ്റില്ല നമുക്ക്. എല്ലാ സ്ത്രീകളും അടുക്കളയിൽ ഇരുന്നെങ്കിൽ എന്താവും സ്ഥിതി? ആ ഫോണൊന്നും ഇങ്ങോട്ട് എടുത്തേ. വർത്താനം പറയാൻ അടി കൊണ്ട് വന്നിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ല എന്റെ പങ്കി. ഒന്ന് മിണ്ടാക്ക് ചേച്ചി, ഫോൺ എടുത്തോട്ടെ. ഹലോ. സാറേ പറഞ്ഞോളൂ. ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പുറമെ വലിയ പ്രശ്നം കാണാനില്ലെങ്കിൽ ഉള്ളിൽ ചെറിയ ചതവുണ്ട്. അതെ ഇല്ല കുഴപ്പമില്ല. 2 ദിവസം റെസ്റ്റ് എടുത്താൽ മാറുമായിരിക്കും. പറഞ്ഞോളൂ. അതെയോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. അപ്പം പാർട്ടി ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. ആയിക്കോട്ടെ ശരി. ഓക്കെ സാർ. എന്താടാ, എന്ത് പറ്റി? അല്ല, പാർട്ടി എന്നെ ഒരു പുതിയ ദൗത്യം കൂടി ഏൽപ്പിക്കാൻ പോകണമെന്നാ പറയുന്നത്. പുതിയ ദൗത്യോ? എന്ത് ദൗത്യം?
എന്താടാ ഇത്? പാർട്ടി എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ ദൗത്യം. മനസ്സിലായില്ല. സാറാമ്മയുടെ കാലിന്റെ പരിക്ക് മാറുന്നവരെ ചികിത്സയ്ക്കും വിശ്രമത്തിനായിട്ട് കൊട്ടിലപ്പാട്ട് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് പാർട്ടി നിർദ്ദേശം. അത് നന്നായി പങ്കിയമ്മ. ഈ സമയത്തെ മാഡത്തിന് വിശ്രമിക്കാൻ ഇതിലും പറ്റിയ വേറൊരു സ്ഥലമില്ല അല്ലേ മാഡം? മാഡത്തിന്റെ കാലിലിപ്പോ എങ്ങനെയുണ്ട്? ഒരാളുടെ രോഗവിവരം ഇങ്ങനെ ചിരിച്ചോണ്ടാണോ കൊച്ചാ ചോദിക്കുന്നേ? അത് നമുക്ക് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും സന്തോഷമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് മാഡല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അതാ എനിക്കിട്ട് തന്നെ. എന്നാ സാറ് മാഡത്തിന്റെ കാലിന്റെ എക്സ്റേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. മാഡത്തെ സൂക്ഷിച്ചോണേ. പങ്കിയമ്മ, വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് പോലീസ് ലാത്തി ചാർജിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനമുണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാം മിസ്റ്റർ പങ്കജാക്ഷൻ. ഈ കാലും വെച്ചിട്ടോ? ഓ, ആവേശത്തിന് പറഞ്ഞല്ലോ, മറന്നുപോയി കാര്യം. അങ്ങോട്ട് ഇരുന്നാൽ. അല്ല, നീ എന്തിനാ ഞുണ്ടുന്നേ? എന്റെ ലിഗ്മെന്റിന്റെ കംപ്ലൈന്റ്. അത് മാഡത്തിന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേർന്നതാ. എന്തൊക്കെ ഈ കുട്ടി പറയണേ? സൂക്ഷിച്ചു ഏയ്, മാഡത്തിന്റെ കാലൊടിഞ്ഞ ചേച്ചി എന്തിനാ അറിയണേ? എന്റെ കാലല്ല കമ്പ് കൊണ്ട് കുത്തിയത്. അയ്യോ, സോറി മനഃപൂർവ്വം അല്ല കേട്ടോ. സോറിയേ. സോറി. പതുക്കെ കാണാം മക്കളെ. അയ്യോ. പതുക്കെ. അകത്തോട്ടിരിക്കാൻ മാഡം. കുഴപ്പമില്ല, ഞാൻ കുറച്ചേരം ഇവിടെ നിരുന്നോട്ടെ. ഇവിടെ ഇരിക്കണോ? അതെ, നീ ഒന്ന് അകത്തേക്ക് വന്നേ. എന്തേ? ഒരു കാര്യമുണ്ട്. അല്ല, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്താ ചേച്ചി? ചെല്ലടാ അങ്ങോട്ട്. ഇങ്ങോട്ട് വന്നേ നീ. എന്താ കാര്യം? എന്താ? അതെ മാഡം, ഈ ലിഗ്മെന്റ് എന്ന് പറഞ്ഞാലേ ഏത് ഭാഗത്തായിട്ട് വരും? അതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ വരും. അയ്യോ, സ്റ്റീലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. വിരലിൽ ഒടിവുണ്ടായിരുന്നോ? സ്റ്റീലോ? എവിടെ? അത് സ്റ്റീലാണോ? റിംഗ് ആയിരുന്നല്ലേ? ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ സ്റ്റീൽ ഇട്ടാന്ന് വിചാരിച്ചതാ. വേദന ഉണ്ടോ മക്കളെ? ലിഗ്മെന്റ് കംപ്ലൈന്റ് ആയതല്ലേ, കുറച്ച് വേദനയൊക്കെ ഉണ്ട്. സാരമില്ല, ഈ ലാത്തി ചാർജിലൊക്കെ പെട്ട ഇങ്ങനെയൊക്കെയാ. ഇങ്ങോട്ട് വാടാ നീ. ഇങ്ങോട്ട് വായോ നീ. ചേച്ചി പിടിച്ചു വെച്ചുകൊണ്ടോടെ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. അടേ, സത്യം പറയണം, നീ അവളെ മനഃപൂർവ്വം അല്ലേ ഇങ്ങോട്ട് വിളിച്ചേട്ടി കൊണ്ടുവന്നത്? ചേച്ചി പറഞ്ഞ കേട്ടാ ഞാൻ അവളുടെ തറവാട്ടിൽ നിന്ന് അവളുടെ കൈ പിടിച്ചിറക്കി കൊണ്ടുവന്ന മാതിരിയാണല്ലോ. അതേ, പാർട്ടി എന്നൊരു കാര്യം ഏൽപ്പിച്ച് എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒഴിഞ്ഞു മാറണം. നിന്റെ പാർട്ടിയല്ല കൊട്ടിലപ്പാട്ട് തറവാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ചേച്ചി, പങ്കജാഷ് എന്ന പ്രവർത്തകന്റെ മേൽ പാർട്ടിക്ക് സ്വാധീനമുണ്ട്. അതുപോലെ പങ്കിക്ക് പാർട്ടിയോട് കടപ്പാടുണ്ട്. ഈ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല ഇവിടെ. മനസ്സിലാവണ്ട നിനക്ക്? മെല്ലെ പറയൊന്ന്. എന്താ ഉറക്കെ പറഞ്ഞാൽ ഇത് എന്റെ വീട്, എന്റെ ഇഷ്ടം. അയ്യോ, അതന്നെ. എന്താ ചേച്ചി ഭയങ്കര തമാശ. അവരെങ്കിലും വിചാരിച്ചോട്ടോ ഇവിടെ പ്രശ്നമല്ല, തമാശ എന്തെങ്കിലും പറഞ്ഞാവുന്നു. എന്താ ഈ കാട്ടണേ? ദൈവമേ. അല്ല പിന്നെ ഇത്ര ചാടാനൊന്നുമില്ല. പങ്കി, സത്യം പറയണം, അവൾക്ക് എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടല്ലേ നീ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? അയ്യോ, എന്തൊക്കെ ഈ പറഞ്ഞുണ്ടാക്കണേ? ഞാൻ പറയണതാണോ കുറ്റം? ഞാൻ എന്താ പങ്കിയമ്മ പ്രശ്നം? അമ്മ എന്തിനാ ഇങ്ങനെ നടന്ന് ബഹളം വെക്കുന്നേ? മോളെ, പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സാറാമേനെ ഇവിടെ കൊണ്ടുവന്ന് ചേച്ചിക്ക് ഇഷ്ടായിട്ടില്ലേ? എന്താ അമ്മ ഇത്? എടി, രാവിലെ ഉറക്കം എണീറ്റ വൈകുന്നേരം ഉറങ്ങുന്നവരെ ഈ വീട്ടിലത്തെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ ഒറ്റ ഒരുത്തിയാണ് നോക്കണത്. ഇനി നാട്ടുകാരുടെയും കൂടെ നോക്കണം എന്ന് പറഞ്ഞാലേ എനിക്ക് സൗകര്യപ്പെടില്ല. അയ്യേ, ഇത്രയുള്ള കാര്യം. ഈ കാര്യത്തിലേ അമ്മ ഒട്ടും വിഷമിക്കണ്ട. സാറാമ്മ മേഡത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളും. അതുമല്ല, സാറാമ്മ മേഡം അമ്മയും തമ്മിലുള്ള ഒരു പഴയ പ്രശ്നം ഉണ്ടല്ലോ, അതിന്റെ പേരിൽ സാറാമ്മ മേഡത്തിന് അമ്മയോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് നിന്നോട് അവള് പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷെ ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ടേ അമ്മ സാറാമ്മ മേഡത്തിന്റെ ഒരു കാര്യത്തിൽ ഇടപെടണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളും. ഓക്കെ. ഇനി ചേച്ചിക്ക് ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലോ?
ഇങ്ങനെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടേ ഏറ്റെടുത്ത പലരുടെയും പ്രശ്നങ്ങൾ അവസാനം എന്റെ തലയിൽ വന്ന് വീണിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവള് ആ അമ്പിളി കൈ പിടിച്ച് ഇറങ്ങിക്കൊണ്ടൊന്നല്ലേ ഇവളെ, എന്നിട്ട് അവൻ ഗൾഫിൽ പോയി. ഇപ്പൊ ഇവള് എന്റെ തലയിലായ. എന്തിനു ഈ വക കാര്യങ്ങൾ ഇപ്പൊ പറയണ അവരവിടെ ഇരിക്കുമ്പോ? അമ്മേ എന്നാ ഇത്തവണ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യത്തിൽ അമ്മ ഞാൻ ബുദ്ധിമുട്ടിക്കാനും വരില്ല. ഓ അപ്പൊ നീയാണോ അവളുടെ ഹോം നേഴ്സ് പുതിയത്? ആ ഹോം നേഴ്സ് എന്നോ അമ്മ എന്ത് പേരിട്ട് വേണേലും വിളിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, സംഗതി ഓക്കെ. ഇനി പ്രശ്നമില്ല. അതെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിക്കരുത് കേട്ടോ. ഞാൻ ഒന്നിനും വരത്തില്ല, എന്നെ ഒന്നിനും കിട്ടത്തുമില്ല. ഇല്ല, വരരുത് വരരുത്. ഭംഗ്യാമ്മ അമ്മ ചമ്മിപ്പോയി. ഒന്നും പറയരുത്, അങ്ങനൊന്നും പറയണ്ട. ആകെ ഇളകി നിൽക്ക. പിന്നെ സാറാമ്മയ്ക്ക് എന്താ ആവശ്യം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കുട്ടി എന്നെ അത് ചെയ്തു തുടങ്ങണം കേട്ടോ. പങ്ക്യാമനെ ഈ കാര്യത്തിൽ ഒട്ടും ടെൻഷൻ വേണ്ട. എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് ഞാൻ ചെയ്തോളും. പങ്ക്യാമന് സന്തോഷായി. എന്നാ പങ്ക്യാമ അങ്ങോട്ട് ചെല്ലട്ടോ. നോക്കണേ. അയ്യോ അമ്മേ. അയ്യോ അയ്യോ നോക്കട്ടോ. ആ നല്ല നല്ല ഇതുമ്പോ പിടിച്ചോ. അയ്യോ നല്ല വേദന ഉണ്ട് അല്ലേ? നല്ല വേദന ഉണ്ട്. കുറച്ചു നേരം വേണമെങ്കിൽ നിന്നോ, ഒന്ന് റെസ്റ്റ് എടുത്തോ. എന്താ ചെയ്യാ? ഇതല്ല റൂമ്? അല്ല അല്ല, ഇത് ആനന്ദന്റെ റൂമാ. താഴെ എങ്ങ റൂമില്ലായിരുന്നോ മിസ്റ്റർ പങ്കജാക്ഷൻ? അല്ല, ഇവിടെ ഈ അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ടേ ഞാൻ എന്റെ റൂം തന്നെയാണ് സാറാ മേഡത്തിന് വേണ്ടിട്ട് ഒരുക്കിയിട്ടുള്ളത്. തന്റെ കൂടെ താമസിക്കാനോ? ഞാനൊന്നുമില്ല. അല്ല, എന്റെ കൂടെ അല്ല. എന്താ ഈ പറയണേ? ഞാൻ അപ്പുണ്ണിയുടെ റൂമിലാണ്, അവിടെ കുമാരി ഇല്ലല്ലോ ഇപ്പൊ. എന്നാ പിന്നെ ഞാൻ ഇവിടെ കിടന്നിട്ട് താൻ താഴെ പോയാ പോരായിരുന്നോ? അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ. എന്താ സാറാ മേഡം ഉദ്ദേശിച്ചേ? അല്ല, താൻ അപ്പുണ്ണിയുടെ കൂടെ കിടന്നിട്ട് അല്ല ഞാൻ മനസ്സിലായി. താഴെ താഴെ എനിക്ക് റൂം ഒരുക്കി തന്നിട്ട് താനും അപ്പുണ്ണിയുടെ കിടന്നാ പോരായിരുന്നോ? അല്ല, അപ്പുണ്ണിയുടെ റൂം എന്ന് പറഞ്ഞ റൂമല്ലേ, അത് കളപ്പരയാ. അവിടെ പശുവിന് കൊടുക്കാനുള്ള പിണ്ണാക്കും തവിടും വരെ ഉണ്ടാവും. ചിലപ്പോ ചാണകം വരെ ഉരുട്ടി വെച്ചിട്ടുണ്ടാവും. അല്ലെ, നമ്മൾ ഈ ചാണക വരലി ഉണ്ടാക്കുമല്ലോ, അത് ചിലപ്പോ അവന്റെ മതിലിൽ വരെ പതിക്കും. അങ്ങനത്താള. അപ്പുറത്തെ റൂം എന്റെ. ശരി, നടക്കാം. അതെ, എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അല്ല, അതെനിക്കറിയാലോ. പിന്നെ ഇപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോ ഇപ്പൊ എന്താ ചെയ്യാ? അങ്ങനെ അങ്ങോട്ട് വേറെ നിവർത്തിയില്ല. പിന്നെ മിസ്റ്റർ പങ്കജാക്ഷൻ, ഞാൻ ജീവിതത്തിൽ വളരെ കൃത്യനിഷ്ഠയോടെ കൂടി ജീവിതം നോക്കുന്ന ആളാ. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ റൂമൊക്കെ ആണെങ്കിലും അടുക്കും ചിട്ടയോടും കൂടിയൊക്കെ ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അല്ല, അതിപ്പോ എനിക്കും അങ്ങനെ തന്നെയാണ്. റൂമൊക്കെ അലങ്കോലായി കിടക്കണ സഹിക്കില്ല എനിക്ക്. ഞാൻ വളരെ വൃത്തിയായിട്ട് നോക്കാറുണ്ട്. വളരെ നന്നായി. വരൂ. നമ്മള് കിടക്കണ റൂം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ല വെച്ചാൽ നമ്മുടെ മനസ്സും അതേപോലെ തന്നെ വൃത്തികേടാവേ. എന്തോ ആടോ ഇത്? പന്നിക്കൂടോ? പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പെട്ടെന്നുള്ള വിളി വന്നപ്പോഴേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അതാ രാവിലെ എഴുന്നേക്കുമ്പോ ബെഡ്ഷീറ്റ് ഒന്ന് വലിച്ചിട്ടിട്ടെങ്കിൽ വന്നൂടെ? അത് ചെയ്യാറുണ്ട്, വൃത്തിയായിട്ടിടാറുണ്ട്. പിന്നെ ഇപ്പോ എന്താന്നറിയില്ല, ചിലപ്പോ അസൂയക്കാരെങ്കിലും വന്നിട്ട് ചെയ്താവും. അസൂയക്കാരോ ഈ വീട്ടിലോ? അങ്ങനല്ല, ഈ വൃത്തിയായിട്ട് കിടക്കണ കാണുമ്പോഴേ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നുമല്ലോ. ആർക്ക്? ചിലപ്പോ ഷായന്. നിങ്ങൾ എന്തിനാണ് ഈ വരുന്നും പോകുന്നൊക്കെ ഷായനയുടെ തല കൂടെ ചാർത്തി വെക്കുന്നത്? അങ്ങനല്ല, ആ കുട്ടിയാണ് ഇപ്പൊ എല്ലായിടത്തും ഓടി നടന്ന് ഓരോന്ന് ചെയ്യണതേ. ശരി, ഇപ്പോഴും അവള് തന്നെയാണോ ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്നേ? അല്ല, ഇപ്പൊ ഇവിടെ കുമാരിയും ദേവികൊന്നും ഇല്ലല്ലോ. അവരുള്ളപ്പോ എല്ലാവരും കൂടി ചെയ്യും. അത് ശരി. അപ്പൊ ഈ വീട്ടില് സ്ത്രീകളാണ് മുഴുവൻ പണിയെടുക്കുന്നത്, പുരുഷന്മാർക്ക് ഒരു പങ്കും ഇല്ലേ? അവനവന്റെ മുണ്ടും ഷർട്ടും എങ്കിലും മിസ്റ്റർ പങ്കജാക്ഷൻ അലക്കിക്കൂടെ? അത് ഞാൻ തന്നെ ചെയ്യാറ്. ആണോ? ഞാൻ ചോദിക്കട്ടെ ഷാഹിനോട്. എന്താ അറിയോ, ഇപ്പൊ തിരക്കില് പറ്റിയിട്ടില്ല. ഈ 2-3 ദിവസം ആകെ ഓട്ടത്തിലല്ലായിരുന്നു. അങ്ങനെ പറ്റിയിട്ടില്ല.
ഞാനിപ്പോ എവിടെ ഒന്ന് ഇരിക്കണ്ട, എനിക്ക് കാല് വേദനിക്കുന്നു മിസ്റ്റർ പങ്കജാശൻ. ഒരു കാര്യം ഒന്നും വിഷമിക്കണ്ട. അയ്യോ എന്റെ ദൈവമേ. അയ്യോ ഈ വടി എന്റെ ഇടയിൽ ഞാൻ കണ്ടില്ല. എന്നെ എവിടെങ്കിലും ഒന്ന് ഇരുത്താവോ? ഒരു മിനിറ്റ്. കൊന്നേനെ. കഷ്ടം. വടി ഒന്ന് മാറ്റി പിടിക്കണേ. വരൂ. മെല്ലെ. ഇവിടെ ഇപ്പൊ ശരിയാക്കാം. അയ്യോ പണികൾ ഒന്ന് വൃത്തിക്കിട്ടോ. ഷായിന. എന്തിനാ ഷായിന? ഓ ഷായിന. ഒന്നുമില്ല. വൃത്തിയായി. പങ്കജാശൻ മിമിക്രി ഒക്കെ പഠിച്ചിട്ടുണ്ടോ? മിമിക്രി പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ പിടിക്കണം. വേണ്ട, ഞാൻ വരും. മെല്ലെ. അപ്പൊ ഓക്കെ മിസ്റ്റർ പങ്കജാക്ഷൻ, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമായിരുന്നു. ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോ തന്നെ ഒരു ആശ്വാസം കിട്ടും. ശരിയാണ്. ആയിക്കോട്ടെ. ശരി. പിന്നെ എന്താ? അല്ല, അറിയിക്കേണ്ടവരാരെങ്കിലും അറിയിക്കണം. ഞാൻ ഇത് ചാവാൻ കിടക്കുന്നോ? അതല്ല, ആരെങ്കിലും അറിയിക്കാണ്ടോ? എനിക്ക് ആരെ അറിയിക്കണം? ഈ ചീള് കേസൊക്കെ ആരെ അറിയിക്കാനാ? അത്രേ ഉള്ളൂ. റെസ്റ്റ് എടുത്തോളൂ. ശരി. കുടിക്കാൻ വെള്ളം. പങ്കജാക്ഷൻ, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം. പറഞ്ഞാ മതി. ഇനി വരരുത്. ഫോൺ. മാഡം നമസ്കാരം. അല്ല, ഈ വരണം വിചാരിച്ചിട്ട് വന്നല്ല, വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. വന്ന സ്ഥിതിക്ക് പറയാം. ഞാൻ ഡ്രസ് ഇങ്ങോട്ട് എടുപ്പിച്ചോളാം കേട്ടോ. പിന്നെ മരുന്നും കൊടുത്തു വിടാം. ശരി, ഇനി വരില്ല. മിസ്റ്റർ പങ്കജാക്ഷൻ. യെസ് മാഡം. താങ്ക്സ്. ഓക്കെ. മുട്ടായി എന്താ തന്നെ
ആയിക്കൊണ്ടിരിക്കുന്നു ബാ. 3 എണ്ണം മതിയോ? അതുപോലെ മതിയല്ലേ? മതി. ഇതേ പാല് നിറച്ച്. കോഫി. ആ അമ്മ ഇത് ഗ്ലാസ്സിലോട്ട് എടുക്കട്ടെ. ആ പാല. ആ ഇതാ ഫ്രിഡ്ജിലിരുന്ന മുട്ടയല്ലേ? അല്ലാതെ ഇപ്പൊ അവക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. ഓ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എടി ഫ്രിഡ്ജിലിരുന്ന മുട്ടയല്ലേ? അതാ ബാ. ആർക്കാ? ബലരാമേട്ടനാണോ? അയ്യോ അല്ല, ഏ ഇതേ സാറമ്മ മേഡത്തിനാ. സാറാമ്മ മേഡത്തിനാ? ആ, ഈ പാലും സാറാമ്മ മേടത്തിനാ. അതെ, സാറാമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പാർട്ടി ഫണ്ടിൽ നിന്ന് കാശെടുത്ത് മേടിച്ചു കൊടുക്കാൻ പങ്കിയോട് പറയണം. അല്ലാതെ വീട്ടിലിരിക്കുന്നതല്ല എടുത്തു കൊടുക്കേണ്ടത്. നിന്നോടാരെ ഫ്രിഡ്ജിലിരുന്ന് മുട്ട എടുക്കാൻ പറഞ്ഞ്? അത് ഞാൻ അച്ഛന് മാറ്റി വെച്ചായിരുന്നല്ലോ. അമ്മ പങ്കിയാവും വേറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരും. അപ്പൊ ഞാൻ ഈ മുട്ട അങ്ങ് തിരിച്ചു വെച്ചോളാം. ഏത്, ഈ പുഴുങ്ങിയ മുട്ടയോ? ഓ എന്റെ സീതേച്ചി, പുഴുങ്ങിയ മുട്ടയാണോ? ഈ കൊണ്ടുവരുന്ന നല്ല ഏതെങ്കിലും മുട്ട എടുത്ത് വെച്ചോളും. താറാവിടുന്ന ഏതെങ്കിലും മുട്ട പോരെ, അത് തന്നെ വേണമെന്ന് എന്തിനാ സീതേച്ചി വാശി പിടിക്കുന്നേ? ഞാൻ വാശി പിടിക്കുന്നതാണല്ലോ കുഴപ്പം. ഇനിയിപ്പം എന്തെല്ലാം സാധനങ്ങളാണോ കൊണ്ടുവരാൻ പോകുന്നത്? ആ അതമ്മേ, സാറാമ്മ മേഡത്തിനെ ഇപ്പൊ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, കാൽസ്യം, ന്യൂട്രിയൻസ് ഒക്കെ അല്ലേ ആവശ്യം. അപ്പൊ അതൊക്കെ ആണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് അതൊക്കെ മകയാവൻ കൊണ്ടുവരും. പിന്നെ എന്റെ സീതേച്ചി, നമ്മൾ ജീവിക്കുവാണെങ്കിൽ ഒരു പാർട്ടിക്കാരിയായിട്ട് ജീവിക്കണേ. യോ എന്തെല്ലാം സൗകര്യങ്ങളാ! ഒന്ന് വീട് പോയാൽ തന്നെ എത്ര പേരാ നമ്മളെ താങ്ങിയെടുക്കാൻ, ഇതുപോലെ സമയത്തിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ എത്ര